ഇന്ന് അരിയോ അരിപ്പൊടിയോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ രാവിലെ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റവയാണ്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം സെയിം അളവിൽ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിനൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു വെള്ളമൊക്കെ അതിൽ തന്നെ നല്ലപോലെ അബ്സോർബായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ റവ ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ എടുത്തിട്ടുള്ള 2 ടീസ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതോട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിനെ ചൂടായ പാനിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം ഇതിന് മുകളിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഓയിൽ സ്പ്രെഡാക്കി കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മാത്രം തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാനിവിടെ ബാക്കി എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അപ്പോൾ അത് നല്ല സ്പൈസി ആയിട്ടുള്ളൊക്കെ ഏതെങ്കിലും കറിയുടെയൊക്കെ കൂടെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.